ഈ ബിഗ് ബോസ് താരങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓടിച്ചാടി പോകരുതായിരുന്നു. നിങ്ങൾ ആദ്യം അനീഷിന്റെ ക്വാളിറ്റി നോക്ക്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വീട്ടിൽ വന്ന് ക്ഷണിക്കാതെ ഒരു സ്ഥലത്ത് പോലും പോകത്തില്ല. ഇന്നലെ വലിഞ്ഞു കയറി പോയവർക്കൊക്കെ വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ മലബാർ ഗോൾഡിന്റെ ഓണറുടെ പിന്നെ വീടിന്റെ പാല് കച്ചൽ എന്തോ ഉണ്ടായിരുന്നു. അതിന് ഇവറ്റുകളെയൊക്കെ ക്ഷണിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഓടിപ്പോയതാ. പോകുമ്പോഴേക്ക് അങ്ങേരി ഞെട്ടിപ്പോയി. കാരണം ഞാൻ എപ്പോഴാണ് ഇവരെ ക്ഷണിച്ചത് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ഏതായാലും വീട്ടിൽ വന്നതല്ലേ, ഒരു ബിരിയാണി കൊടുത്തിട്ട് വിടാം എന്ന് കരുതിയിട്ട് അയാൾ എല്ലാവരോടും പറഞ്ഞു ബിരിയാണി കഴിച്ചിട്ടേ പോകാതോന്ന്. അതിൻ്റെ അകത്ത് പക്ഷേങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമായത് എന്താണെന്നറിയാം, ആദില നൂറമാറും വന്നു. ആദില നൂറമാറ് വന്നപ്പോൾ ഇയാൾ ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് ഏതായാലും ഒരു ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചു. ഫോട്ടോ അങ്ങനെ ഏറെ വിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ മലബാർ ഗോൾഡ് എന്ന് പറയുന്ന ഷോറൂമിൽ ഒരു കുഞ്ഞു പോലും കയറാതായി എന്നുള്ളൊരു വിവരമാണ് കിട്ടുന്നത്. അതോട് കൂടിയിട്ട് നമ്മളെ പൈസ ലിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പരക്കം പായുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലൂടെ വിജയിച്ചു അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പങ്കെടുത്തു എന്ന് കരുതിയിട്ട് ആൾക്കാരെ വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ഇക്ക, നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, ഇവരൊന്നും അല്ല ഷോറൂമിൽ വന്നിട്ട് ഈ സാധനം വാങ്ങിക്കുന്നത്. സാധനം വാങ്ങിക്കുന്നത് നാട്ടുകാരാണ്. അവരൊരാൾ പോലും അവിടെ കയറാണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ ഇന്ന് ഒരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അറിവോ സമ്മതത്തോ കൂടിയല്ല ആദില നൂറമാറ് വന്നത്. അതായത് ഇവറ്റകൾ ഒന്നും വന്നത് തന്നെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല. ഞാൻ ഇപ്പോഴും പറയുകയാണ്, അതായത് ഈ പിന്നെന്താ പറയുക, ഇപ്പോഴും കയറിപ്പോയ എല്ലാവരോടും, ബിഗ് ബോസിന്റെ എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ വലിഞ്ഞു കയറി പോവുക തന്നെയാണ് ചെയ്തത്. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ കയറി ചെല്ലാൻ പാടില്ലായിരുന്നു. കൃത്യമായിട്ട് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാർഡും കാര്യങ്ങളൊക്കെ കാണിക്കണം. അങ്ങനെ മാത്രമേ, അല്ലാതെ ഒരുത്തിന് അവിടെ എന്തോ ഒരു പാർട്ടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് കയറിയാൽ അവിടെ ഇറക്കി വിടാത്തത് ഭാഗ്യം. അയാൾ ആദ്യം പറഞ്ഞു ഒരെണ്ണത്തിന് ഇങ്ങോട്ട് കയറ്റണ്ടെന്നാന്ന്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാബൂളി വാലയിലെ രംഗാണ് ഓർമ്മ വന്നത്. കാബൂളി വാലയിൽ വിനീതിന്റെ കല്യാണം അവസാനം കൂടാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ കന്നാസിനോടും കടലാസിനോടും പറഞ്ഞിട്ട് അവിടെ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചിട്ട് വേഗം സ്ഥലം വിട്ടോന്ന്. അതേപോലെയാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം സ്ഥലം വിട്ടോ മക്കളെ, നല്ലോണം ഞണ്ണിയിട്ട് സ്ഥലം വിട്ടോ എന്ന് തന്നെയാണ്. ഏതായാലും ഇദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പാര ഞാൻ പറഞ്ഞില്ല, ഈ ആദില നൂറമാറ് വേറി വന്നപ്പോഴേ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഇതിന് ഇതാക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ വരാൻ തുടങ്ങി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് സ്വന്തം അച്ഛനമ്മമാരെ തള്ളിപ്പറഞ്ഞു പോയവരാണ്. അതുമാത്രവുമല്ല അവരെ സമൂഹത്തിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഇടിച്ച് താഴ്ത്തിയിട്ട് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവരെ വളരെ മോശമായ രീതിയിൽ, അതായത് അച്ഛനും അമ്മയും ഇങ്ങനെ പെരുമാറി എനിക്ക് തോന്നുന്നില്ല കേട്ടാ. കാരണം എന്താ വെച്ചാൽ ഈ രണ്ടാൾ അച്ഛനമ്മമാർ ഒരുപോലെ പെരുമാറുക. അതായത് ഒരാൾ പറയുന്നത് തന്നെ അറബി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോന്നിവാസം കാണിച്ചിട്ടുണ്ട് എന്നാ. അപ്പൊ അങ്ങനെ അറബി വരെ തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ ഇഷ്ടംപോലെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ കേസാക്കി വിടുക വേണ്ടത്. അതൊന്നും പറയാതെ ഇപ്പോഴും ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ട് ഇമാതിരി നുണയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന രണ്ട് പൂമ്പാറ്റ മാലാക കുട്ടികളെ അവരെ വിളിച്ചത് ശരിക്കും പറഞ്ഞ സമൂഹത്തിന്റെ ഉന്നത ജാതകുല ദേവഗംഗാര തോഷകത്തായ അവർക്കെല്ലാം കുരുപൊട്ടി എന്നുള്ളതാണ്. ആ കുരുപൊട്ടലിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഒരു ഒന്നൊന്നര കുരു തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ ഗോൾഡ് ബഹിഷ്കരിക്കണം, അയാളുടെ ഗോൾഡ് ശരിയല്ല. ഞാൻ ഒരു കാര്യം പറയാം, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈസൽ നല്ല രീതിയിൽ അഭിനയിക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് ഇയാൾ എന്തോ ഒരു വലിയ ചാരിറ്റി നന്മ പ്രവർത്തകനാണ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അഭിനയിക്കുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു ഇത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞല്ലോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് എന്താ പറയുക ഗോൾഡ് മുതലാളിമാരുണ്ട്. ഇപ്പോൾ ചെമ്മണ്ണൂർ ആണെങ്കിൽ വരെ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾക്കൊക്കെ എതിർപ്പുണ്ടെങ്കിലും അയാളുടെ ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇഷ്ടമാണ്. കാരണം അയാൾ വേറെ ആഗോള തലത്തിലൊന്നും പോയിട്ടൊന്നും കളിക്കത്തില്ല. പക്ഷെ ഈ വിദ്വാൻ അങ്ങനെയല്ല. ഇവൻ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സംഭവത്തിൽ ഒരു പുലിവാല് പിടിച്ചൊരുത്തനാണ്. ഒരു വിദേശ താരത്തെ കൊണ്ടുവന്നിട്ട് ഇവന്റെ ജ്വല്ലറിന്റെ പരസ്യം നടത്തി എന്ന് പറഞ്ഞിട്ട് മലയാളികളെല്ലാം അങ്ങനെ പൊങ്കാലിട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇയാളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇനി എന്റെ തോന്നിച്ചാന്ന് പറയില്ല, എല്ലാവരെയും സുഖിപ്പിച്ച് നിർത്തുന്ന ഒരു സ്വഭാവമാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ടൊന്നുമല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളെ വിളിക്കുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്ന്. അപ്പൊ അതിട്ട് പേരിട്ട ആൾക്കാരെ കൂടെ ചെങ്ങാത്തമായിട്ട് അവരെ തോളിൽ കയറ്റി ഇറക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ഇയാളെ പേഴ്സണലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഒരു താല്പര്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാം, ഈ ബിഗ് ബോസ് താരങ്ങളെ ഇനിങ്ങനെ പല ആൾക്കാരും വിളിച്ചു എന്ന് വരും. ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ഓണർമാർ പോലും അറിയാതെ ആയിരിക്കും ഇത് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ പോകുമ്പോൾ. എന്തിനിങ്ങനെ നാണം കെടാൻ നിൽക്കുന്നത്?
നിങ്ങളൊക്കെ ഒരു മത്സരത്തിൽ പങ്കെടുത്തു എന്ന് കരുതിയിട്ട് നാട്ടുകാർ മുഴുവൻ നിങ്ങളെ എല്ലാ പരിപാടിക്കും വിളിക്കണം എന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അന്വേഷിക്കണം, വിളിച്ചതാണോ, ഇല്ലെങ്കിൽ ഇതുപോലെ നാണം കയറേണ്ടി വരും. ഇന്നിപ്പോ നാണം കിട്ടില്ലേ? ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആദില നൂറമാർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പോസ്റ്റ് ഇറക്കിയിട്ടുണ്ടെങ്കിലും അത് ബിഗ് ബോസിന്റെ എല്ലാവർക്കും ഉള്ളൊരു പോസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നാണം കെടാൻ എന്തിനാണ് നിൽക്കുന്നത്? നമ്മളിപ്പോൾ നമുക്കൊരു കല്യാണം ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാർഡുകൾ നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പോകത്തുള്ളൂ. അല്ലാണ്ട് അവൻ പറഞ്ഞു, ഇവൻ പറഞ്ഞു, അവനോട് പറഞ്ഞു, എല്ലാവരോടും പറയാൻ വേണ്ടി പറഞ്ഞു, അങ്ങനെയൊന്നും നമ്മൾ പോകത്തില്ല. നമ്മളെ ആവശ്യമുള്ളവർ നമ്മളടുത്ത് വന്നിട്ട് വിളിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ നമ്പർ തേടി പിടിച്ച് വിളിക്കും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നമ്മളെ ആവശ്യമില്ലാത്തവർ ഒരു കാരണവശാലും നമ്മളെ വിളിക്കത്തുമില്ല, നമ്മളെ തേടി പിടിക്കത്തുമില്ല. പക്ഷേ നമ്മളെ ആവശ്യമുള്ളവർ ഇനി അവിടെ ചന്ദ്രനിൽ വന്നിട്ടാലും നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വല്ലവനും ഇങ്ങനെ പറയുന്നത് കേട്ട്, വല്ലവനും കാണിക്കുന്നത് കണ്ട്, വല്ലവനും ഇത് നോക്കുന്നത് കണ്ടിട്ടൊന്നും പോയി കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിലയും കിട്ടത്തില്ല. ഇതുപോലെ നാരായണ കലാകേണ്ടി വരും. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരെയും പറ്റിച്ചാന്ന്, അതിൻ്റെ അത് അനുമോള് വരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നതാണ്. ഇവരെല്ലാവരെയും പറ്റിച്ചാന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും ഒരാളെ ഏൽപ്പിച്ചു, അയാൾ എല്ലാവരെയും വിളിച്ചും കൊണ്ടുപോയി വലിയ സ്വീകരണവും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇപ്പം നാണം കിട്ടില്ലേ? ഇനി എന്തൊക്കെ സ്വീകരണം കിട്ടിക്കഴിഞ്ഞാലും ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞ് ഈ നാണക്കേട് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പോകത്തില്ല. എന്തിനു വന്നു? ഞാൻ വിളിച്ചിട്ടില്ല എന്ന് അയാൾ തന്നെ പറയുന്നത്. ഓണർ തന്നെ പറയുകയാണ്, ഞാൻ വിളിച്ചിട്ടില്ല, എനിക്കറിയില്ല ആരാ വിളിച്ചതെന്ന്. അതാണ് അയാൾ പറയുന്നത്. പിന്നെ ഞാൻ പറയാം, കയറി വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ എടുക്കാൻ പറ്റുമോ? അതൊരു വലിയ ഒരു പ്രശ്നവുമായി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കൃത്യമായിട്ട് വിവരവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. അതായത് കിട്ടിക്കഴിഞ്ഞിട്ടേ നമ്മൾ പോകണ്ടോ? എന്തിനാ ഇങ്ങനെ വീട് കെട്ടിട്ട് പോകുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ പല ആൾക്കാരും ചെയ്യുന്നതാണ്. കല്യാണം ആയിക്കഴിഞ്ഞാലും ബിഗ് ബോസിൻ്റെ ആ പേരും പറഞ്ഞിട്ട് അങ്ങ് പോവുക, ബിഗ് ബോസ് താരങ്ങളാന്ന് പറഞ്ഞിട്ട്. അതാണ് അത് ഒരു കാരണവശാലും നിങ്ങൾ പോകാൻ പാടില്ല അങ്ങനെ. അതായത് ഈ വല്ലവനും പിന്നെ കല്യാണവും എന്തെങ്കിലും നടത്തിക്കൊള്ളു, നിങ്ങൾ എന്തിനാ പോകുന്നേ? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്ന് ബിഗ് ബോസ് താരങ്ങളെ ഇങ്ങനെ പോയിട്ട് നാണം കെടരുത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നാണം കെടുക? നിങ്ങൾ അനീഷ് ഭായ് നോക്ക്. ഇതാണ് പറയുന്നത്, സാധാരണക്കാരനും സെലിബ്രിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങൾ. നിങ്ങളൊക്കെ വിചാരിക്കും നിങ്ങൾ ഭയങ്കര സെലിബ്രിറ്റികളാണ്, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നാണ്. നിങ്ങളെ ആർക്കും ഇഷ്ടമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ബിഗ് ബോസ് കയറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായ ഹേറ്റേഴ്സ് ഉണ്ട്. അത് അയാളെ ബിസിനസ്സിനെ പോലും ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബിഗ് ബോസിൽ കയറിയ ആൾക്കാരും ഇങ്ങനെ വലിഞ്ഞു കയറി പോകരുത്. നാണക്കേടാണ്. ഇപ്പം നാണം കെടുത്തി വിടുക ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബിരിയാണി വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരുവനും. ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബീറ് കെട്ടിട്ട് പോകണം. നിങ്ങൾക്കൊരു കുറച്ചൊന്നും ആത്മാർത്ഥത എളുപ്പമുണ്ടെങ്കിൽ അയാളുടെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇന്നലെ തിന്നതിൻ്റെ പൈസ അവിടെ വലിച്ചെറിഞ്ഞിട്ട് വരണം. അതാ വേണ്ടത്. നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ഒരു വണ്ടി പിടിച്ച് പോവുക. അയാൾക്ക് ബിരിയാണി കഴിച്ചതിൻ്റെ ആ ഒരു 150 രൂപ, ജ്യൂസ് കുടിച്ചതിൻ്റെ 100 രൂപ, 280. പിന്നെ അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും തിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടോട്ടൽ ഒരു 500 രൂപ വെച്ചിട്ട് നിങ്ങൾ അവിടെ കൊണ്ട് എറിഞ്ഞിട്ട് വരിക വേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ബീറ് കെട്ട് നടക്കുന്നതിലും നല്ലതല്ലേ? എന്തിനിങ്ങനെ പോകുന്നത്? കാരണം ഞാൻ പറയുന്നവർക്ക് നിങ്ങൾ അത്രയും പിന്നെ എന്താണ് ബിഗ് ബോസ് താരങ്ങളെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ആരും ഇഷ്ടമല്ല. ഇപ്പം എല്ലാവരും അനീഷിനെ ഇഷ്ടപ്പെടുന്നു, വേറെ ആരും ഇഷ്ടമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അയ്യോ, കഷ്ടം തന്നെയായിരുന്നു. നന്ദി, നമസ്കാരം കേട്ടാ. ഇനിയും തന്നെ പോകാതിരിക്കുക.